കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തിരുന്നു, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പരാജയപ്പെടുത്താൻ തീവ്ര ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ വാദിക്കുന്നത് ഒരു ഗവേഷകനായ KG പ്രദീപ് കുമാറാണ്. ഇപ്പോൾ KG പ്രദീപ് കുമാറിൻ്റെ ഈ പുസ്തകം C. അച്യുതമേനോൻ രാഷ്ട്രീയ ജീവചരിത്രം എന്ന ഈ പുസ്തകമാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നത്. ഇന്ന് അച്യുതമേനോൻ്റെ ഓർമ്മ ദിനമാണ്. 1991 ഓഗസ്റ്റ് 16 അച്യുതമേനോൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നത്, കാല യവനികയ്ക്കുള്ളിലേക്ക് മറയുന്നത്. പക്ഷേ പ്രദീപ് ഒരു RSSകാരനോ അല്ലെങ്കിൽ CPM വിരുദ്ധനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരുദ്ധനോ അല്ല. SFIയിൽ പ്രവർത്തിക്കുകയും DYFIയിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുകയും പ്രത്യേകിച്ച് CPIMൻ്റെ ഉറച്ച ഒരു പിന്തുണക്കാരൻ അല്ലെങ്കിൽ ഉറച്ച ഒരു അനുഭാവി എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ പ്രദീപ് ഇങ്ങനെയൊരു പുസ്തകം എഴുതുമ്പോൾ അതിലെന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില വാചകങ്ങൾ കടന്നു വന്നു എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തി. പ്രത്യേകിച്ച് ഇന്ന് അച്യുതമേനോൻ്റെ ഓർമ്മ ദിനം ആയ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തകത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കാം എന്നാണ് കരുതുന്നത്. ഇതിൽ വളരെ അധികം പ്രയാസപ്പെട്ടാണ് പ്രദീപ് ഈ പുസ്തകം രചിച്ചത്. ഒരു അപകടത്തെ തുടർന്ന് ചികിത്സയിലാണ്, പൂർണ്ണമായും കിടപ്പിലാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ അവിടെ നിന്ന് മാറാനുള്ള അല്ലെങ്കിൽ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഫിസിയോതെറാപ്പിയും അതുപോലെയുള്ള തീവ്രമായ പരിശ്രമങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കിടക്കയിൽ ചികിത്സയിൽ തുടരുന്ന കാലത്താണ് പ്രദീപ് ഇത്തരം ഒരു പുസ്തകം രചിക്കുന്നത് എന്നതും ഇവിടെ ആദ്യം തന്നെ ആമുഖമായി പറയാം. ഇതിൽ പ്രദീപ് പറയുന്നത് ഇങ്ങനെയാണ്: 1939 സെപ്റ്റംബറിൽ വാർധയിൽ വെച്ച് നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ഫാസിസത്തിനെതിരെയുള്ള യുദ്ധത്തിൽ പിന്തുണയ്ക്കാം എന്ന പ്രമേയം കോൺഗ്രസ് എടുക്കുകയാണ്. പക്ഷേ അത് ബ്രിട്ടീഷുകാർ ആവശ്യം നിരസിക്കുന്നു. തുടർന്ന് അന്ന് ഈ യുദ്ധ സാഹചര്യത്തിലൊക്കെ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകുന്നു. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സായി. ഓഗസ്റ്റ് 8 തന്നെ ബോംബെയിലെ ടൊവാലിയ ടാങ്ക് മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ അക്രമരഹിതമായ ചെറുത്തുനിൽപ്പിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് അവിടെ വച്ചാണ് ഈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന വലിയ മുദ്രാവാക്യം ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്നത്. പക്ഷേ ഈ സമരത്തെ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഉള്ള ഒരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് എന്ന് പ്രദീപ് ഈ പുസ്തകത്തിൽ പറയുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കുന്ന നയം സ്വീകരിച്ചതോടെ ബ്രിട്ടീഷ് സർക്കാർ 1942 ജൂലൈ 22 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു എന്ന് പ്രദീപ് ഈ പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നിരോധനം പിൻവലിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് അനുകൂല നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് എന്ന ഒരു സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റൊരു ഇടത്ത് പ്രദീപ് ഇങ്ങനെ പറയുന്നു: കോൺഗ്രസ്സുകാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തയ്യാറെടുപ്പ് നടത്തിയതോടെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും 10 കോൺഗ്രസ്സുകാരെയെങ്കിലും കണ്ട് സമരത്തിൽ എടുത്തു ചാടരുത് എന്ന് അഭ്യർത്ഥിക്കണം എന്നൊരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു എന്ന് പ്രദീപ് ഈ പുസ്തകത്തിൻ്റെ 35-ാമത്തെ പേജിൽ പറയുന്നു. അതിൻ്റെ ഭാഗമായി സമരം ആരംഭിക്കുന്നതിന് തൊട്ട് തലേ ദിവസം അച്യുതമേനോനും KK വാര്യരും കൂടി കോൺഗ്രസ് നേതാവായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോനെ കണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ പനമ്പള്ളി സമരത്തിൽ ഉറച്ചു നിന്നു എന്ന് പ്രദീപ് ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കേട്ട് മനസ്സിലാക്കിയൊരു കാര്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി അച്യുതമേനോൻ അറസ്റ്റിലാവുകയും ജയിൽ വാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെയുള്ള ഒരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് എന്ന് പ്രദീപ് ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി തന്നെ നടത്തി എന്നും പ്രദീപ് വാദിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരപ്രഖ്യാപനത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളും നിയമസഭാ സാമാജികരും ഒക്കെ രാജിവെച്ചു. എന്നാൽ അങ്ങനെ കോൺഗ്രസ് ഇത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ജയിലിൽ ഇവർ അറസ്റ്റിലാകുന്നത് ഇവരെ അന്ന് പൂർണ്ണമായും ബ്രിട്ടീഷുകാർ വിശ്വാസത്തിൽ എടുത്തില്ല ആദ്യഘട്ടത്തിൽ. അതിൻ്റെ ഭാഗമായാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതും തടവിന് ഒക്കെ വിധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് എന്ന് പ്രദീപ് വാദം മുന്നോട്ട് വയ്ക്കുന്നു. ഒരു വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ തുടങ്ങിയെന്ന് പ്രതിവന്നു. പക്ഷേ ഇവിടെയും അതിൽ രസകരമായൊരു കാര്യം,
ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത CPM അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ മോചിപ്പിക്കാൻ പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാകുന്നില്ല. അത് കുറേ കൂടി കഴിഞ്ഞാണ്, ആദ്യഘട്ടത്തിൽ കോൺഗ്രസ്സുകാരെയാണ് മോചിപ്പിക്കുന്നത്. അപ്പോൾ ജയിലിലും ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റപ്പെടുത്തുന്ന രീതി കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് പ്രദീപ് പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ആ കോൺഗ്രസ്സുകാരെയെല്ലാം മോചിപ്പിച്ചു കഴിഞ്ഞ് 2 വർഷം കൂടി കഴിഞ്ഞാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുകൂലിക്കണം എന്ന് പാർട്ടിക്കുള്ളിൽ വാദിച്ച കെ ദാമോദരൻ, EP ഗോപാലൻ, KT കുഞ്ഞിരാമൻ നമ്പ്യാർ, സർദാർ ചന്തോർത്ത് എന്നിവരെ മോചിപ്പിച്ചത് എന്ന് ഈ പുസ്തകത്തിൽ പ്രദീപ് വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ അതിനെ ശക്തമായി എതിർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന ഒരു കാര്യം കൂടി ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു അകൽച്ച മാറ്റാൻ ശക്തമായ ഒരു പ്രവർത്തനം പാർട്ടിക്ക് നടത്തേണ്ടി വന്നു. ഏതായാലും ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അതിന് വേണ്ട പിന്തുണ നൽകാതിരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള നിരോധനം മാറുന്നു. അതിനെ തുടർന്നാണ് EMS ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഒളിവിലുള്ള പല ആളുകളും പുറത്തു വന്ന് അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വാടകക്കെട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച് പരസ്യപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതൊക്കെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് നൽകിയ പിന്തുണയുടെ ഭാഗമായി അവർക്ക് ലഭിച്ച ഒരു സ്വീകാര്യതയായാണ് ഈ പുസ്തകം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ദേശീയതയെ സംബന്ധിച്ചും സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചുമൊക്കെ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ആരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത്, ആരൊക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ശക്തമായി നിലയുറപ്പിച്ചത് എന്നൊക്കെയുള്ള വലിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ RSS പങ്കെടുത്തില്ല എന്നൊക്കെയുള്ളതെല്ലാം ഒരു വിമർശനം CPM ഒക്കെ പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ CPM അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ പങ്കെടുക്കാത്തതിനെ ന്യായീകരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ ഒരു സമരമായിരുന്നു, അതുകൊണ്ട് അതിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമാണ്. പക്ഷേ ഇതിനെ ശക്തമായി എതിർത്തിരുന്നുവെന്നും ബ്രിട്ടീഷ് അനുകൂല നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു എന്നും സമ്മതിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, അങ്ങനെ ബ്രിട്ടീഷ് അനുകൂല നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് അവർക്ക് ഉള്ള നിരോധനം മാറുകയും പരസ്യമായി അവർക്ക് പ്രവർത്തിക്കാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെയുള്ള ഒരു അവസരം ലഭിച്ചത് എന്ന കാര്യവും അവർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രദീപ് ഇങ്ങനെ ഒരു ശക്തമായൊരു വിവാദം, ഈ പുസ്തകത്തിൽ നിറയെ വിവാദപരമായ ചില പ്രസ്താവനകളും അല്ലെങ്കിൽ കണ്ടെത്തലുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വിഷയം പ്രധാനമായി എടുക്കാൻ കാരണം അത് ഇന്ന് കേരളം വലിയ തോതിൽ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, പുനർവായനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ M സ്വരാജിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ CPIM നേതാക്കൾ ഈ വാദത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ എന്തുകൊണ്ട് തുറന്നു പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു RSSകാരൻ എഴുതിയൊരു പുസ്തകമല്ല, ഇതൊരു കോൺഗ്രസ്സുകാരൻ എഴുതിയൊരു പുസ്തകമല്ല. ഇത് പൂർണ്ണമായും CPMൻ്റെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സോഷ്യോളജിസ്റ്റും അതുപോലെ എക്കണോമിസ്റ്റും അതുപോലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയുമൊക്കെ ആയി JNUവിൽ ഒക്കെ ഞങ്ങൾക്കൊപ്പമൊക്കെ ഉണ്ടായിരുന്ന പ്രദീപാണ് ഇങ്ങനെയൊരു പുസ്തകം എഴുതുന്നത്. ഇന്നും ആ കമ്മ്യൂണിസ്റ്റ് CPIMൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ സ്വയം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രദീപ് ഇങ്ങനെയൊരു പുസ്തകം എഴുതുമ്പോൾ അത് ഇത്തരമൊരു വിവാദങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെ സംബന്ധിച്ച് CPMൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് M സ്വരാജിനെ പോലുള്ള സൈദ്ധാന്തികമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്ന വിമർശിക്കുന്ന ആളുകൾ ഇതിൽ ഒരു കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ പ്രദീപിൻ്റെ ഈ കണ്ടെത്തലുകൾ ശരിയാണോ അല്ലയോ എന്ന കാര്യം വ്യക്തമാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്.